Dear students, Plus 1 Computer Science Chapter 2, Data Representation and Boolean Algebra, Part 5. In the last classes, we are discussing about the number conversions. Today, we are continuing with the number conversion from octal to binary conversion. An octal number can be converted into binary by converting each octal digit to its corresponding 3-bit binary equivalent. That is like octal digits are 0, 1, 2, 3, 4, 5, 6 and 7. There are 8 numbers in the octal number system. And the binary equivalent of 0 is 000, binary equivalent 1 is 001, 2 is 010, 3 is 011, 4 100, 5 101, 6 110, 7 111. അതായത് നമ്മൾ ഒരു ഒക്ടൽ ഡിജിറ്റ് എന്നുള്ളത് നമ്മൾ 0 തുടങ്ങി 7 വരെ എഴുതി കഴിഞ്ഞിട്ട് അതിനെ ബൈനറിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യും. എങ്ങനെയാണ് നമ്മൾ ഒക്ടൽ ടു ബൈനറി നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പക്ഷെ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, നമ്മൾ ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്കുള്ള കൺവേർഷൻസ് ആണെങ്കിൽ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. ബട്ട് we write it in the 3-bit binary equivalent form. That is 0 is equal to 000 in binary form. 1 is equal to 1, but in the 3-bit form it will become 001. 2 will become 10, that is 10. That is it in 3-bit form it write like 0 10, 3 like 011, 4 like 100, 5 like 101, 6 like 110, 7 is like 111. ഇങ്ങനെയാണ് നമ്മൾ ഒക്ടലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഇക്വാലന്റ് എഴുതുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺവേർട്ട് 437 base 82 binary. Then 3-bit binary equivalent of each octal digits are corresponding to 4100. ഇവിടെ നമ്മൾ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 100 എഴുതിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ എഴുതാ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 311, 7ന് കറസ്പോണ്ടിങ് ആയിട്ട് 111. അതിന് ശേഷം എന്ത് എഴുതണം, നമ്മൾ 4ന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതിയ 100 എഴുതി, 3ക്ക് കറസ്പോണ്ടിങ് 0111 എഴുതി, ആൻഡ് 7ന് കറസ്പോണ്ടിങ് ആയിട്ട് 111 എഴുതി. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതൊരു ഈസി മെത്തേഡ് തന്നെയാണ്. നമുക്ക് 8ൽ നിന്ന് ബൈനറിയിലേക്ക് ഫ്രം ഒക്ടൽ ടു ബൈനറി നമ്മൾ എന്ത് ചെയ്യണം, ആ ഓരോ ഒക്ടൽ ഡിജിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഇക്വാലന്റ് ഇൻ ദി 3-bit ഫോം, 3-bit ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ബൈനറി ഇക്വാലന്റ് എഴുതുക. അതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും, അത് ഒക്ടലിൽ നിന്നുള്ള ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇനി വൺ മോർ എക്സാമ്പിൾ. Convert 7201 base 8 to binary. The 3-bit binary equivalent of each octal digits are corresponding to 7 111, corresponding to 2 010, corresponding to 0 000, to corresponding of 1 is 011. Then 7201 base 8 is equal to 1110 1 0000 1 base 2. അതായത് ഈ നമ്പേഴ്സ് ഇതേ സെയിം ഓർഡറിൽ തന്നെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് അതെന്താവും, ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്കുള്ള കൺവേർഷൻ. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആണെങ്കിൽ ഒക്ടൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പേഴ്സ് എഴുതണം in the 3-bit binary equivalent form and write the continuous location for the octal to binary conversion. And next, hexadecimal to ബൈനറി കൺവേർഷൻ. നമ്മൾ ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്ക് എഴുതിയപ്പോൾ 3-bit ബൈനറി ഇക്വാലന്റ് എഴുതിയ പോലെ ഹെക്സാഡെസിമൽ ടു ബൈനറി എഴുതുമ്പോൾ വി റൈറ്റ് ദ ബൈനറി ഇക്വാലന്റ് ഇൻ 4-bit ഫോം. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു 0 4 0 എഴുതാം. കറസ്പോണ്ടിങ് 1 എഴുതുമ്പോൾ 00001, കറസ്പോണ്ടിങ് ടു 2 010. അങ്ങനെ നമ്മൾ എഫ് വരെ എഴുതണം. അതായത് 9 വരെ ആവുമ്പോൾ 9ന് കറസ്പോണ്ടിങ് ആയിട്ട് 1001, 10ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താ പഠിച്ചത്, ക്യാപിറ്റൽ എ, കറസ്പോണ്ടിങ് ടു 11, ബി 12, സി, ദെൻ അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോകണം. അങ്ങനെ നമുക്ക് 16 നമ്പേഴ്സ് ഉണ്ട്. ആ 16 നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഇക്വാലന്റ് ഇൻ ദി ഫോം ഓഫ് 4-bit ബൈനറി ഇക്വാലന്റ്. ആൻഡ് ദി എക്സാമ്പിൾസ് corresponding to AB, that is convert AB by 16 to binary. That is A ക്ക് corresponding ആയിട്ട് എന്താ വരിക, 1010, അത് നമ്മൾ ഇവിടെ എഴുതി. ആൻഡ് corresponding to B 1011, that is AB 6 by 16 equal to
1011 base 2. And another example, convert 2F15 base 16 to binary. And the 4-bit binary equivalent of each hexadecimal digits are corresponding to 2. It will become in the 4-bit form 0010 corresponding to F 1111 and corresponding to 10001 and 45001. And 2F15 base 16 equal to 10111100101001. Hope all clear. And next, binary to octal. നമ്മൾ octalൽ നിന്ന് ബൈനറിക്ക് എങ്ങനെയായിരുന്നു എഴുതിയത്? octal നമ്പേഴ്സിന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പേഴ്സ് ഇൻ 3-bit ഫോം ലൈക്ക് ദാറ്റ്. ബൈനറി ടു octal ആകുമ്പോൾ എന്ത് എഴുതണം? ആ ബൈനറി നമ്പർ നമ്മൾ 3-bit ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് octal നമ്പർ ഏതാണെന്ന് നോക്കിയാൽ നമുക്ക് എഴുതിയാൽ മതി. And the binary number can be converted to its octal equivalent by grouping binary digits to group of 3 bits and then each group is converted into its octal equivalent. And the grouping start from right to left. നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണം എഴുതാനായിട്ട്. എക്സാമ്പിൾ, കൺവേർട്ട് 10110011 base 2 to octal. We can group the above binary number as, നമ്മൾ ഓരോന്നിനെയും 3 ബിറ്റായിട്ട് വേണം എഴുതാനായിട്ട്. ഇങ്ങനെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ ഇതിൽ ആദ്യത്തെ 3 ബിറ്റ് ഏതാ? 101, then 100, then 111. അതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 101ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 5 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ടേബിളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് 101ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പർ 5 ആണെന്ന്. അപ്പൊ ഈ ഒരു ടേബിളിലുള്ള അതേ സെയിം തന്നെയാണ് നമ്മൾ ഇനിയും ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് 101ന് 5 ആൻഡ് 10ക്ക് 4 വരും. 100ക്ക് 4 ആൻഡ് 411 7. ദാറ്റ് ഈസ് 10110011 ബേസ് 2 ഈക്വൽ ടു 457 ബേസ് 8. അതായത് നമുക്ക് ആ ടേബിൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്കായാലും ബൈനറിൽ നിന്ന് ഒക്ടലിലേക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. വൺ മോർ എക്സാമ്പിൾ, കൺവേർട്ട് 10011000011 base 2 to octal. Again, we can group the above binary number as in the figure, like from right to left. That is, നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഇത് നമ്പർ എന്താണ്? 10 ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതി? 010 കറസ്പോണ്ടിങ് 3 ഡിജിറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. എപ്പോഴും ഈ തൊട്ട് മുകളിലുള്ള എക്സാമ്പിളിൽ എന്തായിരുന്നു? കറക്റ്റ് 9 നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടെ നമ്പേഴ്സ് എത്രയുണ്ട്? നമുക്ക് എണ്ണം നമുക്ക് കൂടുതൽ തന്നെയാണ്. അതായത് ഇറ്റ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പൊ നമ്മൾ ഏതൊരു നമ്പർ എഴുതുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് സ്റ്റാർട്ട് ഗ്രൂപ്പിംഗ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എഴുതാണ് റൈറ്റ് ടു ലെഫ്റ്റ് എഴുതുമ്പോൾ ആദ്യം 011, നെക്സ്റ്റ് 3 ഡിജിറ്റ്സ് ആർ 000, നെക്സ്റ്റ് 3 ഡിജിറ്റ്സ് ആർ 011, നെക്സ്റ്റ് നമുക്കിനി 2 ഡിജിറ്റ് അല്ലേ ഉള്ളൂ, 10 ഉള്ളൂ. ബട്ട് നമുക്ക് എന്ത് വേണം? വി ക്യാൻ റൈറ്റ് ഇൻ ദ ഫോം ഓഫ് 3-bit ബൈനറി നമ്പർ. ദാറ്റ് ഈസ് വി ആഡ് എ 0 at the start value. അപ്പൊ നമുക്ക് എന്താ ഇത്? 10 എന്നുള്ളത് 010 ആയി. ദാറ്റ് ഈസ് ആഫ്റ്റർ ഗ്രൂപ്പിംഗ്, if the leftmost group has no 3-bit, then add leading zeros to form 3-bit binary. ഇപ്പൊ ഈ ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് 1 മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ മാറ്റി എഴുതാം? 001. ഇനി ആ ഒരു നമ്പർ നമുക്ക് 11 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഫസ്റ്റ് ബിറ്റ്, അതായത് ഈ ഒരു ബിറ്റിൽ നമുക്ക് 11 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 011. അതായത് ഇപ്പൊ 2 ബിറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് എന്താക്കണം? നമുക്ക് വി ക്യാൻ കൺവേർട്ട് ഇറ്റ് ഇൻ ടു 3-bit ഫോം ബൈ ആഡിങ് സീറോസ്. ആൻഡ് ഇപ്പൊ ഒരു ബിറ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 2 സീറോസ് ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് ഒരു 0 മാത്രം ആഡ് ചെയ്താൽ മതി. ആൻഡ് 010 കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ ഈസ് 2, 011 കറസ്പോണ്ടിങ് നമ്പർ 3 ആൻഡ് 4000 0 itself and 011 3. ദാറ്റ് ഈസ് ഒരു ബൈനറി നമ്പറിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ നമുക്ക് എന്ത് കിട്ടും? 2303 ബേസ് 8. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബൈനറിയിൽ നിന്ന് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ്, ബൈനറി ടു ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമൽ ടു ബൈനറി എങ്ങനെയായിരുന്നു? 4-bit ബൈനറി ഇക്വാലന്റ് ആയിരുന്നു. ഇവിടെയും എന്താണ് അപ്പൊ വരുന്നത്?
തന്നിട്ടുള്ള ബൈനറി നമ്പറിനെ നമ്മൾ 4 ബിറ്റിന്റെ ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ എഴുതണം. ആൻഡ് ലൈക്ക് ഇൻ binary to octal, the grouping start from right to left. That is, a binary number can be converted into its hexadecimal equivalent by grouping binary digits to a group of 4 bits, and then each group is converted into its corresponding hexadecimal equivalent. And example, 1011000010 base 2 to its hexadecimal value. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 1010 എഴുതി, ഈ 1010 എഴുതി കറസ്പോണ്ടിങ്, ദെൻ നെക്സ്റ്റ് 4 ഡിജിറ്റ്സ് 0011 ആൻഡ് നെക്സ്റ്റ് 4 ഡിജിറ്റ് 1011. The value, the hexadecimal value corresponding to the 4-bit binary 1011 is B and 011 is 3. 1010 is A. That is, the corresponding hexadecimal value is B3A base 16. ഇനി നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ എഗെയിൻ നമ്മുടെ ആദ്യത്തെ ബിറ്റിൽ ഈ ഒരു ബിറ്റിന്റെ സൈഡിൽ നമുക്ക് ഒരു ബിറ്റേ ഉള്ളൂന്നുണ്ടെങ്കിൽ നമ്മൾ 4 ബിറ്റ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം, വി ക്യാൻ ആഡ് 3 zeros, leading 3 zeros can add. And one more example, convert this binary number to hexadecimal. We can grouping the binary number to its 4-bit form. First 1000, then next 4 bit are 0000, next 4 bit 1111, and next നമുക്ക് 3 ബിറ്റേ ഉള്ളൂ, അതെന്താ 110 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, we can add leading zeros to form binary. So 0110, and the corresponding value of this is 6, and 1111 is F, 0000 is 0, and 1100 is C, and the value corresponding to this number is 6F0C base 16. അപ്പോൾ ഇപ്പൊ നമുക്ക് ഹെക്സാഡെസിമൽ ടു ബൈനറി ആൻഡ് ബൈനറി ടു ഹെക്സാഡെസിമലും കഴിഞ്ഞു, ബൈനറി ടു ഒക്ടൽ ആൻഡ് ഒക്ടൽ ടു ബൈനറിയും കഴിഞ്ഞു. അതെങ്ങനെയായിരുന്നു, ഒക്ടൽ ടു ബൈനറി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 3 ബിറ്റ് ആയിട്ടായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്. അതേപോലെ ഹെക്സാഡെസിമൽ ആണെങ്കിൽ 4 ബിറ്റിന്റെ ബൈനറി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഈസ് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ. ഇപ്പൊ നമ്മൾ കൺവേർഷൻസ് ഒക്കെ പഠിച്ചതിൽ ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഡെസിമൽ ആൻഡ് ബൈനറി ടു അതർ സിസ്റ്റം ആൻഡ് അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ആണ്. എങ്ങനെ നമുക്ക് ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ചെയ്യാനായിട്ട് സാധിക്കും, വി ക്യാൻ കൺവേർട്ട് octal to hexadecimal by a 2-step process. First we convert it into binary, octal to binary, then that binary is converted into hexadecimal. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒക്ടലിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് ഡയറക്റ്റ് ആയിട്ടൊരു മെത്തേഡിൽ നമുക്കൊരു 2-സ്റ്റെപ്പ് പ്രോസസ്സാണ് ചെയ്യാനുള്ളത്. നമുക്ക് ഒക്ടലിൽ നിന്ന് ബൈനറിയിലേക്ക് ചെയ്യാൻ അറിയാലോ. ദെൻ എന്ത് ചെയ്യണം, ബൈനറിയിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് ചെയ്യണം. അപ്പോൾ അതെന്താവും, ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ആവും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിക്കാം. കൺവേർട്ട് 457 ബേസ് 8 ടു ഹെക്സാഡെസിമൽ ഇക്വലന്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്, ബേസ് 8ൽ നിന്ന് ബേസ് 2ലേക്ക് കൺവേർട്ട് ചെയ്യുക. ബേസ് 8ൽ നിന്ന് എങ്ങനെ 2ലേക്ക് കൺവേർട്ട് ചെയ്യും, ബൈ ഗ്രൂപ്പിംഗ് ദി നമ്പർ ടു 3 ബിറ്റ് ബൈനറി ഇക്വലന്റ്. കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് 4 ഈസ് ഇൻ 3 ബിറ്റ് ബൈനറി ഫോം 1005 101 711. That is 457 base 8 equal to 100 101 111 base 2. അപ്പോൾ 8ൽ നിന്ന് 2ലേക്ക് കൺവേർട്ട് ചെയ്തു. ഈ നമ്മൾ തൊട്ട് മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ട് എന്ത്, ഹൗ ടു കൺവേർട്ട് ബൈനറി ടു ഇറ്റ്സ് ഹെക്സാഡെസിമൽ ഇക്വലന്റ് ബൈ ഗ്രൂപ്പിംഗ് അപ്പ് 4 ബിറ്റ് ബൈനറി ഇക്വലന്റ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഉള്ള 4 ബൈനറി നമ്പർ എടുത്തു. ദെൻ നെക്സ്റ്റ് 0010 ആൻഡ് ഒരു 1 ഉള്ളൂ. ബട്ട് ആ 1 എങ്ങനെ നമുക്ക് 4 ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും, ബൈ ആഡിങ് സീറോസ് ടു ദി ലെഫ്റ്റ് പോർഷൻ. അപ്പൊ നമ്മൾ എന്ത് എഴുതും, അത് വന്നിട്ട് ഈ ആൻസർ വരുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 110 2 1111 F. സോ ദിസ് ബൈനറി number can be converted into its hexadecimal equivalent is 12F base 16. That is, by total we can write 457 base 8 equal to 12F
ബേസ് 16. അപ്പോൾ ഒരു 8ൽ നിന്ന്, അതായത് ഒക്ടലിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് we can convert the octal to binary, then that binary number is converted into hexadecimal. അങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്താ? ദാറ്റ് ഈസ് 457 ബേസ് 8 ഈക്വൽ ടു 12 എഫ് ബേസ് 16. അപ്പോൾ ഇത് ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ. ഒക്ടൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് ചെയ്ത അതേപോലെയുള്ള രണ്ട് പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുക. ഫസ്റ്റ് വി ക്യാൻ കൺവേർട്ട് ദ ഹെക്സാഡെസിമൽ ടു ബൈനറി, ദെൻ ബൈനറി ടു ഒക്ടൽ. ദാറ്റ് ഈസ് എ ഹെക്സാഡെസിമൽ നമ്പർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് ഒക്ടൽ നമ്പർ ബൈ എ 2-step process. Hexadecimal number is first converted into its binary equivalent, then that binary equivalent is then converted into octal number system. Example, convert A to base 16 to its octal equivalent. What is the value of A in the binary? 1010 and 2 0010 D 1101. That is the binary equivalent of the hexadecimal number A to D is 101000101 base 2. Then that binary equivalent is then converted into octal equivalent by grouping the binary number to the 3-bit form, that is 101 101 00010. The octal number corresponding to 101 is 5, corresponding to 0 is 0, corresponding to 101 is 5, and for 101 again it's 5. That is the the octal equivalent is 505 base 8. All total A to D base 16 is equal to 505 base 8. That is hexadecimal to octal conversion is by the 2-step process. First we convert the hexadecimal to its binary, then binary to octal. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി കൺവേർഷൻസ് പഠിക്കുക. ഇപ്പോൾ ഓൾ ടോട്ടൽ നമ്മൾ എല്ലാ നമ്പർ കൺവേർഷൻസും പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ദി ഡെസിമൽ ടു ബൈനറി, ദെൻ ഡെസിമൽ ടു ബൈനറി ബൈ repeated division or by 2 and grouping the remainders, and the right from the MSD to LSD. Second, decimal to octal, repeated division by 8 and grouping the remainders, and we write the remainders from MSD to LSD, and then decimal to hexadecimal by the repeated division by 16 and grouping the remainders as the same as binary and octal. Then binary to decimal. How to convert binary to decimal? The binary number system digits is has place value, and we write the powers of 2 and find their sum. Binary fraction ആകുമ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? നെഗറ്റീവ് പവേഴ്സ് ഓഫ് 2 ആയിരുന്നു പഠിച്ചത്. And then octal to decimal, multiply the octal digit by the place value, that is powers of 8, and add their sum. Find their sum. And octal fraction, then we take the negative powers of 8. Next, hexadecimal to decimal, multiply hexadecimal digit by the place value, that is the powers of 16. In the case of fractional hexadecimal, we calculate the negative powers of 16 and find their sum. Then octal to binary conversion, converting each octal digit to its 3-bit binary equivalent. From hexadecimal to binary, we convert each hexadecimal digit to its 4-bit binary equivalent. And in the case of binary to octal number system, we can grouping the binary digit to form grouping of 3-bit form, and from right to grouping is from right to left. And in the case of binary to hexadecimal, grouping binary digits to grouping of 4-bit binary forms, and its grouping from right to left. In the case of octal to hexal, we calculated the calculation is by, or the conversion is by taking 2-step process. First we convert octal to binary and then binary to hexadecimal. Similarly, in the case of hexadecimal to octal, the same 2-step process. First we convert hexadecimal to binary, and then we convert binary to octal. We completed all the number conversions. Hope you all understood the topics.
Thank you, students.